ഗ്ലാസ്. ഗ്ലാസിന്റെ പ്രധാന ഘടകങ്ങൾ സിലിക്ക, മണൽ. സോഡ ഉരുകുന്ന താപനില കുറയ്ക്കാൻ. ലൈം ഗ്ലാസിൽ ദൃഢത നൽകാൻ. അലൂമിനിയം ഓക്സൈഡ് ഗ്ലാസിന് സ്ഥിരത നൽകാൻ. മെറ്റൽ ഓക്സൈഡുകൾ നിറം നൽകാൻ. ഉദാഹരണം ക്രോമിയം പച്ച, കൊബാൾട്ട് നീല. വിവിധ തരം ഗ്ലാസുകൾ. സോഡ ലൈം ഗ്ലാസ്. ഘടകങ്ങൾ സിലിക്ക, സോഡ ലൈം. ഉപയോഗങ്ങൾ ജനൽപ്പാളികൾ, കുപ്പികൾ, കണ്ണാടികൾ. ബോറോ സിലിക്കേറ്റ് ഗ്ലാസ്. ഘടകങ്ങൾ സിലിക്ക, ബോറോൺ, ഓക്സൈഡ്. ഗുണങ്ങൾ ചൂടിനും രാസവസ്തുക്കൾക്കും പ്രതിരോധം. ചൂട് വ്യത്യാസങ്ങളിൽ പൊട്ടുക കുറവാണ്. ഉപയോഗങ്ങൾ ലാബ് ഉപകരണങ്ങൾ, ടെസ്റ്റ് ട്യൂബ്, ബീക്കർ. അടുക്കള പാത്രങ്ങൾ, ടെലസ്കോപ്പ്, ലൈറ്റിംഗ് ഉപകരണങ്ങൾ. ലെഡ് ഗ്ലാസ്. ഘടകങ്ങൾ സിലിക്ക, ലെഡ് ഓക്സൈഡ്. ഗുണങ്ങൾ തിളക്കമുള്ളതും ഭാരം കൂടിയതും റേഡിയേഷൻ തടയാൻ കഴിയും. ഉപയോഗങ്ങൾ അലങ്കാര വസ്തുക്കൾ, ക്രിസ്റ്റൽ ഷോക്കപ്പുകൾ, റേഡിയേഷൻ ഷീൽഡുകൾ. ടൈംപേർഡ് ഗ്ലാസ്. പ്രത്യേകത ചൂടാക്കി പെട്ടെന്ന് തണുപ്പിച്ച് ദൃഢമാകുന്നു. ഗുണങ്ങൾ സാധാരണ ഗ്ലാസിനേക്കാൾ 4-5 മടങ്ങ് ശക്തം. പൊട്ടുമ്പോൾ ചെറിയ കഷ്ണങ്ങളായി പൊട്ടും. ഉപയോഗങ്ങൾ കാറുകളുടെ വിൻഷീൽഡ്, കെട്ടിടങ്ങളുടെ ഗ്ലാസ് വാൾ, മൊബൈൽ സ്ക്രീൻ പ്രൊട്ടക്ടർ. ലാമിനേഷൻ ഗ്ലാസ്. പ്രത്യേകത 2 അല്ലെങ്കിൽ കൂടുതൽ ഗ്ലാസ് പാളികൾക്കിടയിൽ പ്ലാസ്റ്റിക് ഷീറ്റുകളായി ഉപയോഗിക്കുന്നു. ഗുണങ്ങൾ പൊട്ടിയാലും കഷ്ണങ്ങൾ ഒട്ടിച്ചേരും. അപകടം കുറയും, ശബ്ദം കുറയും. ഉപയോഗങ്ങൾ കാറുകളുടെ മുൻ ഗ്ലാസ്, കെട്ടിടങ്ങളിൽ സുരക്ഷ. ഫൈബർ ഗ്ലാസ്. പ്രത്യേകത ഗ്ലാസ് ഉരുകി നാരുകളായി വലിക്കാം. ഗുണങ്ങൾ ഭാരം കുറവ്, ശക്തി കൂടുതൽ, ചൂട്, വൈദ്യുതി പ്രതിരോധം. ഉപയോഗങ്ങൾ ഇൻസുലേഷൻ, ഫൈബർ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ബോട്ടുകൾ, ടാങ്കുകൾ, വാഹന ഭാഗങ്ങൾ. ഫോട്ടോക്രോമിക് ഗ്ലാസ്. ഗുണങ്ങൾ വെളിച്ചത്തിൽ ഇരുണ്ടതാകും, ഇരുട്ടിൽ തെളിയും. ഉപയോഗങ്ങൾ സ്വയം ഇരുണ്ടും തെളിയും കണ്ണടകൾ. അലൂമിനിയം സിലിക്കേറ്റ് ഗ്ലാസ്. ഇതൊരു സിലിക്കേറ്റ് ഗ്ലാസ് ആണ്. അതിൽ അലൂമിനിയം ഓക്സൈഡ്, സിലിക്കൺ ഡൈ ഓക്സൈഡും ഒപ്പം പ്രധാന ഘടകങ്ങളായി ഉൾപ്പെടുന്നു. ഉപയോഗം എയർക്രാഫ്റ്റ്, സ്പേസ് ഉപകരണങ്ങൾ, ഹീറ്റ് ഷീൽഡുകൾ, ഒപ്റ്റിക്കൽ ഉപകരണങ്ങൾ. കളേർഡ് ഗ്ലാസ്. ഗുണങ്ങൾ വ്യത്യസ്ത മെറ്റൽ ഓക്സൈഡുകൾ ചേർന്ന് നിറം നൽകുന്നു. ക്രോമിയം പച്ച, കൊബാൾട്ട് നീല, മാംഗനീസ് പർപ്പിൾ. ഉപയോഗങ്ങൾ അലങ്കാര വസ്തുക്കൾ, ലൈറ്റ്, കവേഴ്സ്.